ഒരു കൂട്ടത്തെ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതൊരു ഇല്യൂഷനാണ്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം, മായ. അപ്പം അത് നമ്മൾക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിൽ വരികയും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യത്തുള്ളൂ. കാര്യം മറ്റത് ആ കൂട്ടത്തെ വെച്ച് തെറ്റായ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ ഒരു കൂട്ടം ഇല്ല എന്നുള്ളതാണ് സത്യം. ആ സത്യം മനസ്സിലാക്കണം. കാര്യം നമ്മള് അമ്മയുടെ ഗർഭപാത്രമുള്ളപ്പോൾ തന്നെ മരണം സംഭവിക്കാം. അവിടെ തൊട്ടേ തുടങ്ങാം. ജനനം എടുക്കുന്ന നിമിഷത്തൊട്ടേ മരണം സംഭവിക്കാം. ഏതൊരു നിമിഷവും സംഭവിക്കാം. ഒരു കൂട്ടത്തിനൊന്നും ചെയ്യാൻ നമ്മളെ സഹായിക്കാൻ പറ്റുകയില്ല. പക്ഷെ ഈ കൂട്ടം കൂടി നടക്കുമ്പം നമ്മൾ വിചാരിക്കും ഈ കൂട്ടത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റും എന്ന് വിചാരിക്കും. അതങ്ങനെ സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് ഇലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണ്, എന്നും ഒറ്റയ്ക്കാണ്. ശരിക്കും മരണം വരുമ്പോഴും നമുക്ക് ഒറ്റയ്ക്കാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു മായയാന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പം നമ്മുടെ ലൈഫ് ഒന്നും കൂടെ അതാണ് സത്യം. ആ സത്യത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു സത്യം അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ അതേ ഉള്ളൂ അതിന്റെ കാര്യം. സത്യമാണ്, അതാണ് സത്യം എന്നുള്ളതാണ് അതാണ് ട്രൂത്ത്. അതിനകത്ത് നമുക്ക് ആർക്കും മാറ്റം വരുത്താൻ പറ്റത്തില്ല. അതിനകത്ത് ഇനി വേറെ അല്ലാതൊരു സംഭവം ഇല്ലത്. സത്യം മാത്രമാണ്, മറ്റേത് അസത്യമാണ്, ഒരു തോന്നൽ മാത്രമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പവറിൽ വരണമെങ്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കണം.